തർക്കങ്ങൾക്കൊടുവിൽ തൃശൂർ മേയറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും KPCC സെക്രട്ടറി A പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുത്തു. KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇരുവരെയും തീരുമാനിച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ആർക്കും പരിഭവമില്ലാതെ തൃശൂരിന്റെ സമഗ്ര വികസനം മുൻനിർത്തി പ്രവർത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായി നിജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാത്തിരിപ്പുകൾക്കൊടുവിൽ തൃശ്ശൂരിന് പുതിയ നഗരാധ്യക്ഷ ആയിരിക്കുന്നു ഡോക്ടർ നിജി ജസ്റ്റിൻ. തൃശ്ശൂരുകാർക്ക് ഏറെ പരിചിതയാണ്. പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിലുമൊക്കെ തൃശ്ശൂരുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതായാലും മേയർക്ക് അഭിവാദ്യങ്ങൾ. കാത്തിരിപ്പിനൊടുവിലാണ് ഈ പോസ്റ്റ് കിട്ടിയതെന്നും അറിയാം. എന്തെല്ലാം ആണ് ആ പ്രതികരണം എന്നുള്ള നിലയിൽ പറയുന്നത്? ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണിന്ന്. പ്രത്യേകിച്ച് ക്രിസ്മസ് 2025 ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ നല്ലൊരു പദവി അല്ലെങ്കിൽ വാർത്ത ലഭിച്ചതിൽ ഇരട്ടി സന്തോഷമാണ്. 27 വർഷമായി KSU കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ആദ്യമായിട്ടാണ് പാർട്ടി ഇത്തരമൊരു പ്രധാനപ്പെട്ട ചുമതല നൽകുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ച് മേയറാകാൻ കഴിയുന്നു എന്നുള്ളത് മറ്റാർക്കും കഴിയാത്ത ഒരു നേട്ടം കൂടിയാണ്. ചില പരിഭവങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? പറഞ്ഞ പോലെ ഞാൻ 2000 ആക്ച്വലി അസംബ്ലി കോർപ്പറേഷൻ സീറ്റ് ആഗ്രഹിച്ച് ചോദിച്ചതാണ്. അന്നേരം എനിക്ക് ലഭിച്ചില്ല. 2000 ഇതേ സീറ്റ് തന്നെ, കിഴക്കുംപാട്ര സീറ്റ് തന്നെ. ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ കിഴക്കുംപാട്രയിൽ മത്സരിച്ചു എന്നുള്ളൊരു എന്താ പറയുക ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കലഹങ്ങളില്ലാതെ പാർട്ടിയും മുന്നണിയുമാണ് ഒന്നിച്ചാണ് ഈ തീരുമാനമെടുത്തതെന്ന് പറയാനാകുമോ? തീർച്ചയായിട്ടും പാർട്ടി തന്നെയാണ്. അതായത് KPCCയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അത് പ്രകാരം DCC ലീഡർഷിപ്പ് KPCC ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ച് AICC ലീഡർഷിപ്പുമായി ആലോചിച്ച് ഈ കൗൺസിലേഴ്സിനെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടായ റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. എന്തെല്ലാമാണ് തൃശ്ശൂരിനെ മുന്നിൽ വെച്ച് കാണുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ? തൃശ്ശൂരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. നമ്മളെ ഏറ്റവും വലിയ മാർജിനിലാണ് ഇപ്പോൾ ജയിപ്പിച്ചേക്കുന്നത്. 33 എന്ന മാജിക് നമ്പറോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ അടിസ്ഥാന വികസനം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കും. മറുവശത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. 100 വർഷത്തിന് ശേഷം മറ്റൊരു ഡോക്ടർ കൂടി തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷവും തൃശ്ശൂരുകാരെ സംബന്ധിച്ചുണ്ട്. ഏതായാലും വലിയ പദ്ധതികൾ മേയർക്ക് മനസ്സിലുണ്ട്. അത് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.